കൃപയെ വൃതാവാക്കി ഒത്തിരി പേര് സഭയ്ക്കകത്തുണ്ട്. എന്നാൽ കൃപയെ ആമേൻ അധികം പ്രയോജനപ്പെടുത്തുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടിന്ന് ഒരു പ്രത്യേക ദൂതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പറയുമല്ലോ ആമേൻ സ്തോത്രം, നമ്മൾ സ്തോത്രവും അല്ലേലും ഒക്കെ പറഞ്ഞെങ്കിലേ അങ്ങോട്ട് പാസ്റ്റർമാർക്കല്ലേ ഹല്ലേലൂയ. എനിക്കങ്ങനെ ഒരു വ്യക്തിയുള്ള അല്ല സ്തോത്രം. എനിക്ക് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു ശാന്തമാകുന്നൊരവസരം എനിക്ക് കിട്ടണം. അവൻ പ്രത്യേകിച്ച് ഇവിടെ ഒരുക്കപ്പെട്ട നിലത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് വിതയ്ക്കാനായിട്ട്. ആമേൻ പ്രാർത്ഥനയുടെ സമയം തൊട്ട് സൺഡേ സ്കൂളിൽ ആ സമയം തൊട്ട് ഇവിടെ ആമേൻ ഹല്ലേലൂയ നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. കണ്ണുനീരിന് നില ഒരുക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ സ്തോത്രം. ഇന്ന് അധികം ഇല്ലല്ലോ, കാരണം എല്ലാം നമുക്ക് നിറവാണല്ലോ, തികവാണല്ലോ. പിന്നെ ഇനി കരയേണ്ട ആവശ്യമില്ല. എന്നാൽ കരയുന്നൊരു സമയം വരും. പ്രൈസ് ദി ലോർഡ്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആമേൻ ഹല്ലേലൂയ എന്ന് ആമേ 2 വാക്യത്തിൽ അത് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ലഭിക്കപ്പെട്ട സമയം ആമേൻ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ ഈ സമയത്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആമേൻ വല്ലാതെ പിടിമുറുക്കുമെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയെങ്കിലും ആശീർവാദം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് പ്രിയ റോയിച്ചാനാണെങ്കിലുള്ള ശബ്ദവും എനിക്കില്ല. അങ്ങ് വരെ കേൾക്കുന്നോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ ഉച്ചഭാഷണയൊക്കെ വെച്ചിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ ആമേൻ നിങ്ങൾ കൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ഉറക്കത്തിൽ ഉണർത്താൻ വേണ്ടിയല്ല, നിങ്ങൾ ആത്മാവിൽ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 71-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യവും ആമേൻ വായിക്കുന്നു, ഞാൻ എപ്പോഴും അപ്പം ആരാണ് മേൽക്കുമേൽ ദൈവത്തെ സന്നിധിയിൽ സ്തുതിക്കുന്നു ചോദിച്ചാൽ പാസ്റ്റർമാർ പറയുന്ന അവസരത്തിൽ സ്തുതിക്കുന്നവരല്ല, എപ്പോഴും പ്രത്യാശയിലിരിക്കുന്നവരാ. എപ്പോഴും പ്രത്യാശയിലിരിക്കുന്നവരാ. പക്ഷെ കാണുന്ന പ്രത്യാശയല്ല, കാണാത്ത പ്രത്യാശകൾ. കാണുന്ന പ്രത്യാശയുടേതാകുന്ന അനേക അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് നാം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് സാക്ഷ്യം പറഞ്ഞ ഹല്ലേലൂയ പ്രിയ സഹോദരന്മാർ സാക്ഷ്യം കേൾപ്പാൻ ഞാൻ ഇടയായി തീർന്നു. എന്നാൽ അതെല്ലാം കാണുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയുടെ അനുഭവമാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ബലം നൽകുകയാണ്, കുറച്ചുകൂടെ നമുക്ക് ധൈര്യം നൽകുകയാണ്. എന്നാൽ കാണാത്തതൊന്നുണ്ട്. ആരാണ് കാണാത്തത്? ഇത് അക്ഷരികമായി ഇവിടെ വെളിപ്പെടേണ്ട ഒരുവനുണ്ടായിരുന്നു. സ്തോത്രം. ആരാണ്? സഭയുടെ നാഥൻ, സഭയുടെ തല. ഹല്ലേലൂയ. ആ കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് സഭ പോലും നടപ്പരുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ നാഥൻ അക്ഷരികമായിട്ട് ഇവിടെ ഇല്ല. നമ്മളത് ആത്മകണ്ണിൽ കൊണ്ട് എത്ര പേർ കാണുന്നു പറയാൻ പറ്റുന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിന്റെ കണ്ണിൽ സ്തോത്രം നാം കർത്താവിനെ ദർശിക്കുന്നു. കർത്താവ് പറഞ്ഞു, 2-3 പേർ മതി, അത് എൻ്റെ നാമത്തിലായിരിക്കണം. അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കാണുന്ന പ്രത്യാശയല്ല, കാണാത്തൊരു പ്രത്യാശ. എപ്പോഴും പ്രത്യാശയിൽ ഇരിക്കുന്നവർക്ക് മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. മറ്റൊന്ന് പറയുന്നത്, അടുത്ത ആഴ്ച ഇവിടെ ആരാധനയ്ക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തും. എന്നാൽ 119-ാം സങ്കീർത്തനത്തിന്റെ 175-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചാട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഭാഗത്തോട് നിങ്ങൾക്ക് അത് ബോധ്യമാകും. 119-ാം സങ്കീർത്തനത്തിന്റെ 175-ാമത്തെ വാക്യം. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ഈ ആഴ്ച ഇന്നിപ്പോ തീരും അല്ലേ? ഇപ്പൊ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകും നമുക്ക് പെട്ടെന്ന്. സ്തോത്രം. അന്ന് ബർത്ത്ഡേ ഒക്കെ പെട്ടെന്ന് ആഘോഷിക്കുക. ഞാൻ പറയട്ടെ, എന്നാൽ അടുത്ത ദിവസം സ്തോത്രം ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഒന്ന് പ്രത്യാശയുള്ളവർ ദൈവത്തെ മേൽക്കുമേൽ സ്തുതിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അടുത്ത ആഴ്ചയിലൂടെ വരണം, എനിക്കൊരു അനുഭവ സാക്ഷ്യം പറയണം എന്നാഗ്രഹിക്കുന്നവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിനെ വന്ദനം അറിയിച്ചുകൊണ്ട് ഒരു വാക്യം വായിച്ചു വേഗത്തിൽ അവസാനിപ്പിക്കും കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സ്തോത്രം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. സൺഡേ സ്കൂൾ കുട്ടികളെക്കാൾ ഹല്ലേലൂയ സൺഡേ സ്കൂൾ കുട്ടികൾ വരും. എന്നാൽ സൺഡേ സ്കൂൾ പോകാൻ കഴിയാത്ത അനേകർ ഇന്ന് കൂടെ ഉണ്ട്. അവരും വചനം പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് വായിച്ചാട്ടെ.
അവനോ വളരേണം, ഞാൻ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉത്തരം ആമേൻ പറയണം. ഈ ആമേൻ ഹല്ലേലൂയ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ആരോടുമല്ല, നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങളുടെ പാസ്റ്ററോട് പറയണ്ട, നിങ്ങളുടെ ആത്മീയമായി ആമേൻ നടത്തിപ്പുകാരോടൊന്നും പറയണ്ട. നിങ്ങൾ ഉത്തരം പറയേണ്ടവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയാം, എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവം അയക്കുന്നവർ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കും. ആത്മാവനെ അവൻ ധാരാളമായി കൊടുക്കും. ഈ വചനത്തിനകത്ത് നിങ്ങൾക്കുള്ള എല്ലാ പാക്കേജുകളുമുണ്ട്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ വചനത്തിൽ തന്നെയുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ആമിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് വായിച്ച 119 സങ്കീർത്തനത്തിൻ്റെ 38 വാക്യം വായിച്ചിട്ട് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ വേഗത്തിൽ ആമിങ് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ ഇന്ന് പകൽ വിശുദ്ധ സഭ മനസ്സിലാക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് ജ്ഞാനികളാകുന്നവർ കേൾക്കട്ടെ എന്നല്ല, ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ വചനത്തിൽ കൂടെ പറയുന്നു. ഏത് വചനമാണ് നാം കേൾക്കേണ്ടത്, ഏത് വചനമാണ് നിവർത്തീകരിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇന്ന് പോകുമ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യകതയോടെ ഞാൻ ജീവിക്കുന്നത് ഇതൊന്ന് നിവർത്തിച്ച് കാണണമേ എന്നുള്ളതാണ്. ഒരു കാര്യം പറയും, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആയുഷിൽ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് കാണുവാൻ കഴിയത്തില്ല. ആമീൻ. പഴയ നിയമത്തിൽ തന്നെ അറിയാം. ആമീൻ. പിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം ആമീൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം എല്ലാം കണ്ടില്ല, അവിടെ മക്കളാണ് കണ്ടത്. അതുകൊണ്ട് എല്ലാം ഞാൻ ഭൂമിയിൽ കണ്ടിട്ട് എൻ്റെ കണ്ണടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആമീൻ അത് നടക്കുന്ന കാര്യമല്ല. അതുവരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ആയുസ്സിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നാം ഏത് വചനം കേൾക്കണം? ആര്? വിശേഷാൽ ദൈവം അറിഞ്ഞിരിക്കുന്ന ദൈവജനം. എല്ലാവരും ദൈവം അറിയുന്നില്ല. സ്തോത്രം. നാം എല്ലാവരും ഒരു കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ദൈവത്തെ അറിയുമെന്ന് പറയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം അറിയുന്നില്ല, എല്ലാവരും ദൈവത്തെയും അറിയുന്നില്ല. സ്തോത്രം. ഇതൊരു മർമ്മമാണ്. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ, ഇപ്പോൾ നാം ആയിരിക്കുന്ന സഭ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള വരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ദൈവവചനം എല്ലാവർക്കും മനസ്സിലാകുകയില്ല. അത് ഒരു വരമാണ്, ഒരു കൃപയാണ്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശു പറഞ്ഞ എല്ലാ കാര്യം മനസ്സിലായില്ല. അങ്ങനെ ഒരു ഗുരു, നീ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, ഇത് എപ്പോഴും സംഭവിക്കും, ഇപ്പോഴോ ഇനി വേറെ സമയത്താണോ സംഭവിക്കുന്നത്? ആകെ അവർക്ക് പ്രശ്നങ്ങളായിരുന്നു. യേശുവിനെ എല്ലാവരും അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഇതിലെ സകല മൊത്തവും സത്യമാണ്. ഈ സകല സത്യത്തിൽ നിങ്ങളെ നിങ്ങൾ അറിയിക്കുമെന്നല്ല, ഈ സത്യം നിങ്ങളെ വഴി നടത്തും. നമ്മളൊരു വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ആരാധനയിൽ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചു. ചില വഴികളെ കുറിച്ച് പറയുവാനിടയായി തോന്നുന്നു. പരിശുദ്ധാത്മ ചില വഴികളെ തുറന്നു തരുന്ന കാര്യത്തെ കുറിച്ച്. അങ്ങനെയെങ്കിൽ ഞാനും ചേർന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനായി ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൽ ഒരു കാര്യം എന്ത്? സ്തോത്രം. നാം ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതാകുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് ഭൗതിക നന്മകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാനല്ല. ഒരു ഭക്തൻ പറയും, എനിക്കൊരു ഭക്തനെ പോലെ ജീവിച്ച് ഒരു ഭക്തനെ പോലെ മരിക്കണമെന്ന്. കാരണം ഒരു ഭക്തന്റെ മരണമാണ് ദൈവത്തിന് വിലയേറിയത്. പ്രിയമുള്ളവരെ, വാഗ്ദത്തം പ്രാപിച്ചവരുടെ മരണത്തെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് കേൾക്കുന്നവർ വളരെ കരുതലോടെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം എനിക്ക് തന്ന ആലോചനയും വചനം ഞാൻ നിങ്ങൾ പറയുകയാണ്. ഒരു ഭക്തനെ പോലെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ ഭക്തനാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നോടുള്ള ഭക്തിയെ, മറ്റൊന്നിനോടുമുള്ള ഭക്തിയല്ല. സ്തോത്രം. ഭക്തി ഒരു സ്നേഹമാണത്. നിന്നോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ആ വചനത്തെ എനിക്ക് നിവർത്തിച്ചു തരണമെന്ന് നമ്മുടെ ഭക്തി വർദ്ധിക്കേണ്ടതാണ്. സ്തോത്രം. വചനം സ്തോത്രം, അത് 100 മേനിയിലേക്ക് വരുന്നതാണ്. സ്തോത്രം. ആ 100 മേനിയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടി കേൾക്കുന്ന ഓരോ വചനങ്ങളും 1189 അധ്യായങ്ങളും 3173 വാക്യങ്ങളും ഉള്ളതാകുന്ന നാം വിശ്വസിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തില് ഓരോ വചനവും ദൈവത്തിന്റെ ആശ്വാസമുള്ളതാകൊണ്ട്
ഈ വചനം ഓരോന്നും നമ്മെ ദൈവഭക്തിയിലേക്ക് നയിക്കുവാനായി ആഗ്രഹിക്കുന്നുള്ളതാണ്. അങ്ങനെ ആ ദൈവഭക്തിക്ക് അനുസരണമായിട്ട് വായിച്ച കുറുവാക്യത്തിൽ നിന്നും വേഗത്തിൽ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് സകല ദൈവത്തിൻ്റെ ആഴങ്ങളെയും അറിയുന്നു എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനുള്ള സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഒരു സമയം വരാൻ പോവുക. എന്തേ സമയം എന്ന് പറയാം? അപ്പത്തിൻ്റെ വിശപ്പല്ല, പിന്നെ ആരാധനയുടെ ദാഹമാണോ? ദൈവവചനത്തെ കുറിച്ച് കേൾക്കുവാനുള്ള ഒരു ദാഹമുള്ള ഒരു തലമുറയെ ദൈവം ഓർക്കും. കാരണം ഇന്നത്തെ തലമുറകൾക്ക് വളരെയധികം വിദ്യാഭ്യാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ഏകദേശമല്ല ഒരു 90% കുഞ്ഞുങ്ങളും ആമിങ്ങലിൽ ചെറുപ്പക്കാരുമൊക്കെ മാന്യമാകുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ആമിങ്ങലിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ. നമ്മളൊക്കെ എത്ര ഇനി അണിഞ്ഞൊരുങ്ങി എന്നാലും പറ്റു വെച്ചാൽ അത് പറ്റത്തില്ല. പക്ഷേ അമ്മ നമ്മുടെ മക്കളെ കർത്താവാക്കി തീർത്തു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ആമേൻ സ്തോത്രം. ഇവരിൽ എത്ര പേരുണ്ട് നിലനിൽക്കുന്ന സ്വർഗത്തിലേക്കും ആമിങ്ങലിയ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഉള്ളവരായി? ഇന്ന് കമ്പ്യൂട്ടറിൽ കൂടെ മാത്രം ആമിങ്ങലിൽ ആശയവിനിമയങ്ങൾ ചെയ്യുന്നവർ ഇന്ന് എല്ലാം ഒരു AI ട്രിക്കിലാണല്ലോ ഇരിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒരു കൃത്രിമ ബുദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തല ഒരു കൃത്രിമ ബുദ്ധിയിലാണ്. ഇനി ആരാധനയും കൃത്രിമ ബുദ്ധിയാണോ എന്ന് അറിയത്തില്ല. അതിന് വിവേചനപരമുള്ള, വെളിപ്പാടുള്ള, ദർശനമുള്ള ആമിങ്ങലിൽ ദൈവദാസന്മാരെ ആമേൻ ദൈവം ഒരുക്കുന്നത്. കാരണം അവർ കമ്പ്യൂട്ടറൊന്നും അറിയത്തില്ല, കർത്താവ് കാണിച്ചു കൊടുക്കുന്നതേ അറിയത്തുള്ളൂ. അതുകൊണ്ട് റോഹിത് തന്നെ പറഞ്ഞു, ആ ലിസ്റ്റ് എവിടാന്ന് ആമിങ്ങലിയ പരിശുദ്ധ വെളിപ്പെടുത്തി കൊടുത്തു. ഇത്രാമത്തെ ലിസ്റ്റ്, ഇതൊന്നും ഇതൊന്നും കൊടുത്തതല്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഞാൻ പറയാം, എനിക്ക് സമയം ആമിങ്ങലിൽ പറഞ്ഞത് ഞാൻ നിർത്താം. പക്ഷേ ഇതൊന്നും പറയത്തില്ല. സ്തോത്രം. അടുത്തൊരു പ്രാവശ്യം കടത്ത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു മീറ്റിങ്ങിന് പറഞ്ഞു ഞായറാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ ഒരു എന്നെ നിശബ്ദം ദൈവവചനത്തിൻ്റെതാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും ആഗ്രഹം ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ നിലയിലും എല്ലായിടത്തും വളർച്ച. നിങ്ങളിൽ ലോകവ്യാപകമായി നോക്കിയാൽ സാമൂഹിക പരത്തിലായിരുന്നാലും രാഷ്ട്രീയ പരത്തിലായിരുന്നാലും രാജ്യത്തിൻ്റെ വികസനത്തിലായിരുന്നാലും ശാസ്ത്ര വികസനത്തിലായാലും ഒന്നും താഴേക്ക് പോകുന്നില്ല. എല്ലാവരും ബാബേൽ ഗോപുരം പോലെ അവര് ബാബേലിന്റെ പണി വന്നവർക്ക് സ്തോത്രം പരാജയം തോന്നിയില്ല. കാരണം എപ്പോൾ ദൈവം ഇടപെട്ട അപ്പോൾ തന്നെ അവർക്ക് പരാജയം തോന്നിയത്, അല്ലെങ്കിൽ നടക്കത്തില്ലെന്ന് തോന്നിയത്. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അവൻ ചിന്തിക്കുന്നത് പോലെ നടക്കുമെന്നുള്ള ചിന്തയിൽ മനുഷ്യൻ ഒത്താൽ എല്ലാ കാര്യങ്ങളും നടക്കും. സ്തോത്രം. സ്തോത്രം. അതേത് ഭൂമിയിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയല്ല കർത്താവ് നമുക്ക് ഈ പുസ്തകം നൽകിയത്. നമ്മുടെ വിശ്വാസം ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ സകല വിശുദ്ധന്മാരും സകല അപ്പോസ്തലന്മാരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരായി തീർന്നേനെ. പക്ഷെ അവർ സമ്പന്നരാണ്. അവരുടെ സമ്പന്നത എന്ന് പറയുന്നത് ദൈവവചനത്തെ കുറിച്ചുള്ള സമ്പന്നതയായിരുന്നു, ദൈവ വിഷയത്തെ കുറിച്ചുള്ള സമ്പന്നതയായിരുന്നു, ആത്മീകമാകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള സമ്പന്നതയായിരുന്നു. കാരണം അവർക്കത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ പറയട്ടെ, അനേകർക്കില്ലാത്തൊരു ജ്ഞാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനമാണ്. അത് പരിജ്ഞാനമായി നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം നന്നായി പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് ആത്മീയ തലത്തിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വളർച്ച. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ മോളെന്ന് പറഞ്ഞിട്ട് ആത്മീയത്തിൽ വളരണം. സ്തോത്രം. അവിടെ ഒരു വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളർച്ച. നമ്മുടെ സഭയെ കുറിച്ച് പറയും. നമ്മുടെ റോജൻ ചോദിച്ചാൽ പാസ്റ്റർ ഞങ്ങളുടെ സഭ വളരണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണം, എല്ലാവരും വളരണം. എന്നാൽ ഞാനൊരു കാര്യം അതിനകത്ത് വരികൾക്കിടയിൽ പറയട്ടെ, സഭയിൽ ആര് വളരണം? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. നമ്മുടെ മറുപടി അതാ. സഭയിൽ കുഞ്ഞുങ്ങളാണ് വളരേണ്ടത്. സഭ ആരുടേതാണ്? ആരുടേതാണോ സഭ, അവൻ വളരണം.
എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനവർക്ക് പറ്റും. പ്രത്യാശയുള്ളവർ മതി. അടുത്ത ആഴ്ച ഇങ്ങോട്ട് എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ മതി. അതിന് പ്രകാരം പറഞ്ഞാൽ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം. നമ്മുടെ സഭ വളരണം എന്ന് പറയുമ്പോൾ സഭയിൽ ആര് വളരണം? നമ്മൾ വല്ലതും പറയണ്ട, പക്ഷേ ആ സഭയിൽ അയാൾ വളരരുത്, ആ സഹോദരൻ വളരരുത്, ആ ദൈവദാസൻ വളരരുത്. പലർക്കും പറയാറില്ലേ? ആമീൻ. അവന് വളരുന്നു എങ്കിൽ വളർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സം നിഷ്ഠിക്കാൻ നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ യോഹന്നാൻ പറയുകയാണ്, അവനോ വളരണം. ഞാനും പറയുന്നു, വേദപുസ്തകം പറയുന്നു, വളരേണ്ടത് യേശുവാണ്. യേശു ജനിച്ചത് മാത്രം കൊണ്ടായില്ല, യേശു വളർന്നേ മതിയാകൂ. ആമീൻ. ഹല്ലേലൂയ. എത്രത്തോളം യേശു വളർന്നു ഞാനെല്ലാം ഇത് ഓരോന്ന് വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ പ്രാവശ്യം ഇരിക്കും ദൈവ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ, അന്നേരം വന്നുള്ള ആത്മീയ ചിന്തകൾ തരുമ്പോൾ, അതാണ് നമ്മെ കൂടുതൽ ദൈവത്തിന്റെ ഭക്തിയിലേക്ക് നമ്മെ നടത്തുന്നത്. ആമേൻ, സ്തോത്രം. ശരിക്കും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ പറയും, പൗലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കണ്ട പറയുന്ന പോലെ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം, സകല ആത്മീക അനുഗ്രഹങ്ങളാലും അല്ലെ സഭ ഒരുമിച്ച് കർത്താവിനെ അനുഭവിച്ച് അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാഭമായിരുന്നു നിനക്ക് ഛേദമെന്നുണ്ടുവാ. നിലനിൽക്കാത്ത നശിച്ചു പോകുന്ന യാതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഒരു ചിന്ത നമുക്ക് തോന്നത്തില്ല. പിന്നെ ഒറ്റ കാര്യം, കർത്താവേ, എനിക്ക് വേണ്ടത് ആത്മീക അനുഗ്രഹങ്ങളാണ്. കാരണം ബാക്കി അനുഗ്രഹങ്ങളൊക്കെ നിന്നു പോകും. നിന്നു പോകാത്ത അനുഗ്രഹങ്ങളുണ്ട്, ആത്മീക അനുഗ്രഹങ്ങൾ. ആ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അത് എല്ലാരെ കൊണ്ടും പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് പടകം വലയൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അതിന്റെ പുറകിലേക്ക് അല്പം ഒരു പിന്മാറ്റത്തിൽ പോയെങ്കിലും, എന്നാൽ തമ്പുരാൻ പറഞ്ഞ വചനത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്നെ അവർ അതിന് പിന്നിലേക്ക് പോയില്ല. അവർ തലമുറകളെ കൊണ്ടുപോയി നാമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ പോയത് ആമേൻ, സ്തോത്രം, ജീവിക്കാൻ വേണ്ടി പോയവരല്ല, മരിക്കുവാൻ വേണ്ടി പോയവരാ. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. മരിക്കുവാൻ വേണ്ടി എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവരെല്ലാം യേശുവിനെ ഫോളോ ചെയ്തത്, അനുഗമിച്ചത് ജീവിക്കാനല്ല. ജീവിക്കുന്നുവെങ്കിൽ അത് യേശു ജീവിക്കണം. ആമേൻ. ഹല്ലേലൂയ. മരിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ലാഭമാ. ഈ ശരീരം ഞങ്ങളുടെ ശരീരമല്ല, ഇത് ആമേൻ, ഹല്ലേലൂയ, ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരം പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചതുപോലെ എന്നെയും ഉയർപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവനോ വളരണം, ഞാനോ കുറയണം. ഇതിവിടെ കൊണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഒരു വളർച്ചയ്ക്ക് ഒന്ന് കുറയേണ്ടത് ആവശ്യമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അമിങ്ങലിൽ വളരുകയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് അതിനകത്തൊന്നും പറയാൻ, കാരണം ആമേൻ, സ്തോത്രം, ആ പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാരുടെ ആത്മാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആകെ മറ്റൊരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അനുവദിച്ചാൽ അവയിടയാകട്ടെ എന്ന് ധനത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഹെഡിങ് മാത്രം, അവനോ വളരണം, ഞാനോ കുറയണം. ക്രിസ്തുവിൽ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് അർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.